പാതിരാത്രി ഒരു 11:30 തുടങ്ങിയ പ്ലാനാണ് നമുക്ക് പോവാന്ന്. അങ്ങനെ നമ്മൾ 1:30 ആയപ്പോഴത്തേക്ക് പെട്ടിയെല്ലാം കെട്ടി ഇറങ്ങിയിട്ടുണ്ട്. ഹലോ, വെൽക്കം ടു ദില ഹിയർ. അപ്പോൾ ഇപ്പൊ സമയം 1:40 ഇവിടെ, 1:40 UAE ടൈം. അപ്പം നമ്മൾ ഒമാൻ പോകാനുള്ള ട്രിപ്പ് സഡൻ ആയിരുന്നല്ലോ. അപ്പം ഞാൻ എല്ലാ പെട്ടികളും എനിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എനിക്ക് തോന്നുമല്ല എടുത്തിട്ടുണ്ടെന്ന്. സോ എല്ലാം കൂടെ നമ്മൾ പോവുകയാണ്. അപ്പൊ നമുക്ക് ഒമാൻ ട്രിപ്പ് പോവാം. ഇൻഷാല്ല സലാലയിലൊക്കെ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വലിയ പ്ലാൻ ഒന്നും ഇല്ല. ഓക്കെ, ഇനി അറിയാമല്ലോ, പണ്ടാണെങ്കിൽ അമ്മയൊക്കെ നമ്മൾ ട്രിപ്പ് പോകുന്ന പറയുമ്പോൾ വളരെ എളുപ്പമായിരുന്നു, പെട്ടെന്ന് ഇറങ്ങിയാൽ മതി. ഇപ്പൊ അങ്ങനെ അല്ലല്ലോ. ഇപ്പൊ നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കണം, ഫ്രിഡ്ജിലെ സാധനങ്ങൾ നോക്കണം, വീട്ടിന്റെ കാര്യം മൊത്തം നോക്കണം, എല്ലാം ക്ലീൻ ആക്കിയിടണം. ഇല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ദേഷ്യം വരുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കിച്ചൺ ക്ലീൻ ആയില്ലെങ്കിൽ ഇപ്പോൾ ഒരു നെഗറ്റീവ് ആണ് കേട്ടോ, നമ്മൾ കുക്കൊക്കെ ചെയ്യുന്നതുകൊണ്ട്. പക്ഷെ പണ്ട് അമ്മ ഇങ്ങനെയൊക്കെ പറയുമെങ്കിൽ നമുക്കൊന്നും മൈൻഡ് ഇല്ല, പുച്ഛമായിരുന്നു, ടു ബി ഓണസ്റ്റ്. കാരണം ഇതൊക്കെ എന്താണ്. പക്ഷെ ഇപ്പൊ നമുക്ക് മനസ്സിലായി, പെട്ടെന്നൊരു ട്രിപ്പ് പോകുമ്പോൾ നമുക്ക് എല്ലാം വൃത്തിയായിട്ട് ഫ്രിഡ്ജിലെ സാധനങ്ങൾ നോക്കണം, കുറച്ച് ഉത്തരവാദിത്തങ്ങൾ ഉണ്ടല്ലോ എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ വീട്ടിലെ കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ കഴിക്കാൻ വേണ്ടിയിട്ട് ബാക്കപ്പ് ആയിട്ട് എടുത്തിട്ടുണ്ട്. വിശപ്പ് വരും, അത് വലിയ കാര്യം. ഒരു 6 മണിക്കൂർ ഡ്രൈവ് ആണ് ഇവിടുന്ന് ഒമാൻ. സോ എന്തായാലും ഞാൻ സാധനങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ ഇരുന്ന സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ വെള്ളം, ഇത് മെയിൻ ആണല്ലോ, അപ്പൊ അത് എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ നല്ല സമ്മേഴ്സാണ്, നല്ല ചൂടാണ്. സോ നമ്മൾ പോവുകയാണ്. പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഡ്രൈവിംഗ് ലൈസൻസ് ഉണ്ട്. എനിക്ക് ഇൻഷാല്ല ഞാൻ വന്നിട്ട് ഒരു 8 മാസമായുള്ളൂ. പക്ഷേ എനിക്ക് ആദ്യത്തെ മാസം തന്നെ ഞാൻ അബുദാബി ഗോൾഡൻ ചാൻസിൽ ഡ്രൈവിംഗ് ലൈസൻസ് എടുത്തിട്ടുണ്ട്. ഒരു 20 days അത്രേ ഉള്ളൂ. ഗോഡ്സ് ഗ്രേസ്, ടച്ച് വുഡ്. അത് കിട്ടിയോണ്ട് ലക്കാണ്. കാരണം എനിക്ക് വണ്ടി ഓടിക്കാം, സോ വരുണ് വണ്ടി ഓടിക്കാം. പിന്നെ രണ്ടുപേരുടെയും എമിറേറ്റ്സ് ID ഉണ്ട്, പാസ്പോർട്ട് ഉണ്ട്. ഇത് മാത്രം മതി. പിന്നെ ഞങ്ങൾക്ക് സ്വന്തം വണ്ടിയാണ്, അപ്പം നമുക്ക് വേറെ NOC കാര്യങ്ങളൊന്നും വേണ്ട. സ്വന്തം വണ്ടിയാണെങ്കിൽ നമുക്ക് പോവാം. പക്ഷേ നമുക്ക് സ്വന്തം വണ്ടി അല്ലെങ്കിൽ നമുക്ക് എന്താ പറയുക, NOC വേണം, കമ്പനിയുടെ വണ്ടിയാണെങ്കിൽ അങ്ങനെ. പിന്നെ എന്താണ് വേണ്ടുള്ളത്, പിന്നെ ഇൻഷുറൻസ്, കാറിന്റെ ഇൻഷുറൻസ്, വണ്ടിയുടെ കാര്യങ്ങൾ, വണ്ടിയുടെ ബുക്ക്, മുൾക്കിയൊക്കെ വേണം. സോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തുകൊണ്ട് പോകുന്നത്. ബോർഡറിൽ തന്നെ നമുക്ക് 10 days വിസ കിട്ടും. നമുക്ക് ഒമാൻ വിസ കിട്ടും. ഓൺ അറൈവൽ വിസയാണ് എമിറേറ്റ്സ് ID ഉള്ളവർക്ക്. ഇല്ലെങ്കിൽ എനിക്ക് വിസിറ്റിംഗ് വിസ ആണെങ്കിൽ പോലും നമുക്ക് അവിടുന്ന് തന്നെ വിസ കിട്ടും. 30 dirhams ആണ് പെർ ഹെഡ് വരുന്നത്. പിന്നെ ആ വണ്ടിയുടെ ഇൻഷുറൻസ് നിങ്ങൾ എടുത്തിട്ടില്ലെങ്കിൽ നമുക്ക് അവിടെ തന്നെ ബോർഡറിൽ തന്നെ ഇൻഷുറൻസ് എടുക്കാം. അപ്പം നമ്മളുടെ ഒമാൻ ഇൻക്ലൂഡഡ് ഇൻഷുറൻസ് ആയതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇപ്പം നമുക്ക് നമ്മളുടെ പാസും നമ്മൾ എൻട്രികളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. സോ ഫൈനൽ പാസ് കിട്ടിയിട്ടുണ്ട്, നമ്മൾ സ്റ്റാമ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. എല്ലാം ഒരു പെട്ടെന്ന് തന്നെ നടക്കുന്നത് നല്ലത് തോന്നുന്നു. കാരണം നമ്മൾ സഡൻ പ്ലാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയൊക്കെ പെട്ടെന്ന് യൂണിവേഴ്സ് തന്നെ നമ്മളെ ഹെൽപ്പ് ചെയ്യുമ്പോൾ ഒരു സന്തോഷം. അപ്പം നമുക്ക് ഒമാൻ, നമ്മൾ ആക്ച്വലി ഒമാനിലാണ്. വെൽക്കം ടു ഒമാൻ മെസ്സേജ് ഒക്കെ വന്നു. അപ്പൊ നമുക്കിനി ഒമാൻ്റെ അകത്തോട്ട് എൻട്രി ചെല്ലതാണ്. വെൽക്കം ടു ഒമാൻ. അപ്പൊ നമ്മള് അല്ലെ ഹബീബി, വെൽക്കം ടു ഒമാൻ. അപ്പൊ നമ്മൾ ഒമാൻ എത്തിയിട്ടുണ്ട്. നമ്മളെല്ലാ എന്താ പറയാ, എല്ലാ ചെക്കിങ് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. സോ ഇതാണ് നമ്മൾ ഒമാനിലോട്ട് കയറി. ഇവിടെ ഒക്കെ എനിക്ക് മറ്റേ അയൺ ഫെൻസിങ് ആണ്. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മൾ അങ്ങോട്ട് ഇറങ്ങുവാണ്. എനിക്ക് അവിടെ ഒരു ഗേറ്റ് ഉണ്ടെന്ന് തോന്നുന്നു. നമ്മള് സൊഹാറ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുവാണ്. ഹായ്, നല്ല വെട്ടുണ്ടല്ലേ. അപ്പൊ നമ്മള് ഒമാൻ എത്തിയതിന്റെ സമയം 5:52 ആയതേ ഉള്ളൂ. നമ്മള് ഒമാൻ എത്തി. കൊള്ളാം. ഞാൻ ആക്ച്വലി വാഴ കണ്ടു കേട്ടോ ഇവിടെ. വാഴ ആക്ച്വലി വീഡിയോ എടുത്തില്ല. വരുൺ പറഞ്ഞു വാഴ കണ്ടെന്ന്. ഞാൻ ഇനി വരുന്നെങ്കിൽ കാണിക്കാം. അപ്പൊ അങ്ങനെയാണ് കാര്യം. അപ്പൊ നമ്മളിപ്പോ സൊഹാർ കഴിഞ്ഞു, അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. എനിക്ക് തോന്നുന്നു റൂവിയിലോട്ട് ഏകദേശം 1 hour ഉണ്ട്. ഇപ്പോ നമ്മൾ റൂവിയിലാണ് പോകാനുള്ളത്. മസ്കറ്റ് റൂവിയിലാണ് നമ്മളുടെ പ്ലാൻ. സൂര്യൻ നല്ല ഉദിച്ചു വന്നിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ട് കാണാൻ കേട്ടോ. അപ്പൊ കുറെ നേരമായിട്ട് നമ്മള് ചായ കുടിക്കാനുള്ള ഒരു പ്ലാൻ ആണ്. പക്ഷെ എന്ത് ചെയ്യാൻ, ചായക്കടകളൊന്നും കാണുന്നില്ല, ഒന്നും തുറന്നിട്ടില്ല. ഇവിടെ 6 മണി ആയതേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ചായ കിട്ടിയ കുറച്ച് ഉന്മേഷമാണ്. കാരണം ഞങ്ങളൊരു 4-5 മണിക്കൂറിലെ 5 മണിക്കൂറിന്റെ ഡ്രൈവ് ആണ് ഇപ്പൊ. ടീ ഷോപ്പില്ല, തുറന്നിട്ടില്ല. നോക്കട്ടെ. ഫൈനലി നമ്മളൊരു ചായക്കട കണ്ടുപിടിച്ചിട്ടുണ്ട്. പാകിസ്ഥാനി കടയാന്ന് തോന്നുന്നില്ലേ കണ്ടിട്ട്. അപ്പൊ ഫൈനലി നമുക്ക് ഒമാനിൽ ഒരു പാകിസ്ഥാനി കട കിട്ടിയിട്ടുണ്ട് ചായ കുടിക്കാൻ വേണ്ടി. സോ ലെറ്റ്സ് സീ. മണി 6:10 ആയിട്ടുള്ളൂ. സോ നമുക്ക് ചായ കുടിക്കാം. നമ്മള് ഒമാനിലെ ചായ കുടിക്കാൻ സ്റ്റോപ്പിലാണ്. സൂര്യൻ വന്നിട്ടുണ്ട്. സോ ചായ കുടിക്കാം. സോ നമ്മളെ ചായ ആണ് കേട്ടോ.
സോ ചായയുടെ കഴിഞ്ഞ് നമ്മൾ പോവുകയാണ്. അപ്പോഴത്തേക്ക് ഏകദേശം ഒരു 7 o'clock ആയിട്ടുണ്ട്. നമ്മൾ മസ്കറ്റിലോട്ടാണ് പോകുന്നത്. മസ്കറ്റിലോട്ട് റോഡ് കയറുമ്പോഴത്തേക്ക് തന്നെ കുറച്ച് എന്താ പറയുക ഗ്രീനറിയും കുറച്ച് സിറ്റി വൈബ്സൊക്കെ കാണുന്നുണ്ട് നമ്മൾ സൊഹാറിൽ നിന്ന് അങ്ങോട്ട് പോകുമ്പോഴേ. സോ കൊള്ളാം. സോ നമ്മൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇനി മസ്കറ്റിലോട്ട് വെറും 56 കിലോമീറ്റേഴ്സേ ഉള്ളൂ. നമ്മളെ ജേർണി കംപ്ലീറ്റ് ആകുമ്പോൾ ഐ ആം സോ ഹാപ്പി ബിക്കോസ് ആദ്യമായിട്ടാണ് ഞാൻ ഒരു ട്രാവൽ വ്ളോഗ് ചെയ്യുന്നത്, അതും റോഡ് ട്രിപ്പ് മൂവിങ് ടു എ ഡിഫറെന്റ് കൺട്രി. ഇറ്റ്സ് ലൈക്ക് റിയലി ഗുഡ്. അപ്പൊ നമുക്ക് കാണാം, കണ്ണൊക്കെ നല്ല എന്താ പറയാ വെള്ളം വരുന്നത്. ഓ മസ്കറ്റ് ഇസ് സോ ഗുഡ് മാൻ. ഭയങ്കര നാച്ചുറൽ ആണ് കേട്ടോ ഇവിടെ. എനിക്ക് ലൈക്ക് UAE ഐ ഹാവ് ബീൻ ടു GCCയിൽ ഞാൻ UAE പിന്നെ ഖത്തർ. മൈ ഡാഡ് വാസ് ഇൻ ഖത്തർ, അപ്പോൾ അതുകൊണ്ട് ഖത്തറിലും പോയിട്ടുണ്ട്. ഒട്ടും ആർട്ടിഫിഷ്യൽ അല്ല, ടോൾ ബിൽഡിങ്സ് ഒന്നും ഇല്ല ഇവിടെ. ഇവിടുത്തെ ടോപ്പോഗ്രഫി വെച്ച് തന്നെ ഇവിടെ ഒരുപാട് ബിൽഡിങ്സിന് അവർ ലിമിറ്റ് കൊടുക്കത്തില്ല കേട്ടോ. അപ്പൊ നമ്മൾ ആലിച്ചിറ വീട് എത്തിയിട്ടുണ്ട്. അപ്പൊ ഫൈനലി ഗൈസ് നമ്മളെ യാത്ര നമ്മൾ എത്തിയിരിക്കുകയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് ഒമാനിലാണ്. സി ഓ മൈ ഗുഡ്നസ്, മലയാണ് കേട്ടോ ബാക്കിലൊക്കെ. അപ്പൊ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിന്റെ വീട്ടിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ യെസ്, ആ മലയുടെ മണ്ട ഒരു ടവറൊക്കെ നിൽപ്പുണ്ട് കേട്ടോ, ഞാൻ കാണിച്ചു തരാം. കണ്ടോ എന്റെ ഫ്രണ്ടിലത്തെ വ്യൂ ഇതാ, ഇതിന്റെ നേലുണ്ടോ? ഓ മല ഉണ്ടോ? ഇവിടെ ഇങ്ങനെ മലകളാണ് കേട്ടോ. അവിടെ ടവറും ഉണ്ട്, കാണാൻ പറ്റുന്നുണ്ടോ? ഇങ്ങനെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഓക്കേ. സോ ആലോചിച്ച് നമുക്ക് വേണ്ടി ഫുഡൊക്കെ നല്ല നാടൻ ഉച്ചയൂണ് ഇൻ മൈ ലാംഗ്വേജ് എല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിച്ചു. ആക്ച്വലി കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് കഴിച്ചു. എന്നിട്ട് നമ്മൾ വേറൊരു ഫ്രണ്ട്സിൻ്റെ പ്ലേസ് പോകണമായിരുന്നു. അങ്ങനെ അവരുടെ അടുത്തും പോയി. അപ്പോൾ അവരുടെയും ഡിന്നർ അവിടെ ആയിരുന്നു, കഴിച്ചു. ഹലോ, അപ്പോൾ ഇതാണ് ആലി ചേച്ചി. അപ്പോൾ ആലി ചേച്ചിയുടെ വീട്ടിലാണ് നമ്മൾ ഇന്ന് എത്തിയത്. അപ്പോൾ ഒമാനിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അപ്പം നമ്മൾ അടുത്ത് എവിടെ വെച്ച് പോകുന്നത്? നമ്മുടെ സലാല. അപ്പം നമ്മൾ ഇനി അടുത്ത പാക്കിംഗ് ആണ്. ഒന്ന് ഉറക്കണേന്ന് എണീറ്റു. എന്നിട്ട് നമ്മൾ പോകാൻ പോകുന്നത് സലാലയിലാണ്. അപ്പൊ സലാലയിലെ വ്ളോഗ് കാണാം നമുക്ക്. ഓക്കെ, ബൈ. സോ ഒരു കുട്ടി ഷോപ്പിങ്ങിന് പോയിട്ടുണ്ട്. സലാല പോകുന്നതിന് കുറച്ച് ലേറ്റ് നൈറ്റ് ഷോപ്പിംഗ്. അപ്പോൾ അതിനുശേഷം നമ്മളുടെ സലാല വ്ളോഗ് വരുന്നതായിരിക്കും. സോ ഗൈസ് സ്റ്റേ ട്യൂൺ ഫോർ മൈ ട്രാവൽ വ്ളോഗ് വിത്ത് ദില്ല. ഓക്കെ, ബൈ ബൈ.